ഈ അടിപൊളി ടേസ്റ്റിയായ ചാപ്ലി കബാബ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ ആണ്. ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് ഇത് ചോപ്പറിലിട്ടിട്ട് നമ്മൾ മിൻസാക്കി എടുത്തിട്ടുണ്ട്. ചോപ്പറിൽ അല്ലെങ്കിൽ ബ്ലെൻഡറിൽ ഇട്ടെടുത്താലും മതി, അല്ലെങ്കിൽ മിൻസ് ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതെടുത്താലും മതി. ഇത് 1/2 കിലോ ചിക്കനാണ് നമ്മളെടുത്തിരിക്കുന്നത്. നന്നായിട്ടിത് കീമയാക്കി എടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. ഇത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ട് നന്നായിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ 2-3 പച്ചമുളകും ചോപ്പ് ചെയ്തെടുക്കാം, ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയില, പിന്നെ ആവശ്യമുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ പുതിനയില. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 3 ചുവന്ന മുളകാണ്, ഉണക്ക ചുവന്ന മുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മല്ലി, പിന്നെ ഒരു മുട്ട, 3 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ ഗരം മസാലയാണ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജീരകവും മല്ലിയും മുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം, ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കോഴ്സായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൗഡർ ആകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇതുപോലെയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. കണ്ടോ, ഇത് നന്നായിട്ട് പൗഡർ ആക്കാൻ പാടില്ല തീരെ. ഇതിങ്ങനെയാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ചിക്കനിലേക്ക് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി, ഗരം മസാലപ്പൊടി, ഉപ്പ്, നേരത്തെ പൊടിച്ച ജീരകവും മല്ലിയും മുളകും, മല്ലിയില, സവാള, തക്കാളി, പുതിന ഇല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കോൺഫ്ലവർ, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പാകമാക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം, ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. മൂടി വെച്ചിട്ട് വേണം 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ കയ്യിൽ ഇങ്ങനെ നമുക്ക് തേച്ച് ക്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മിക്സ്ചർ നമുക്ക് കയ്യിലെടുക്കാം. ഒരു അത്യാവശ്യം ഒരു വലുപ്പത്തിന് നമുക്ക് എടുത്തിട്ട് മറ്റേ കയ്യിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പ് ആവണമെന്നില്ല, ഇത് ഓരോ ഓവൽ ഷേപ്പാണ് ആയിരിക്കുന്നത്. യൂഷ്വലി ചാപ്ലി കബാബ് ഓവൽ ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് സൂക്ഷിച്ചിട്ട് നമുക്കിത് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കബാബും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് കബാബ് തിരിച്ചു കൊടുക്കാം. കബാബ് ആയതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ടതിനനുസരിച്ചിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ. ആദ്യം ഏതായിട്ടത് അതാണ് നമ്മൾ തിരിച്ചു കൊടുക്കുക. ആയതിനനുസരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചും മറിച്ചിട്ടും നമുക്ക് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഒരു ഭാഗത്ത് തന്നെ കുറേ നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒരു 10 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൈഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റോളം കബാബെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഗോൾഡൻ ആക്കി എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറാവണം ഇതുപോലെ. എന്നിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ചാപ്ലി കബാബ് തയ്യാറാണ്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയ ഒരു കബാബാണ്, സോഫ്റ്റാണ്. ഇഫ്താറിനൊക്കെ പറ്റിയ ഡിഷാണ്. ആൾക്കാർ വന്നാൽ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ ഇത് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടം, കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.